It helps in activating both parts of the brain. Also helps in left and right coordination. ഇവ ബ്രെയിനിൻ്റെ ഇരുവശങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യാനും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോർഡിനേഷനും ഹെൽപ്പ് ചെയ്യുന്നു. 4 types of lazy 8. First one, you can use this type for children who have poor hand and eye coordination. ആദ്യത്തെ ലേസി 8ൽ ഒട്ടും പറ്റാത്ത കുട്ടികൾക്ക് കൈകൊണ്ട് നേരെ പിടിക്കാൻ പറ്റാത്ത കുട്ടികൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബോൾ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്. ദ സെക്കൻഡ് വൺ, യു ക്യാൻ ഡ്രോ ആൻ 8 യൂസിങ് ഫിംഗർ അക്കോർഡിംഗ് ടു ചൈൽഡ്സ് എബിലിറ്റി. രണ്ടാമതായി വിരലുകൊണ്ട് 8 എന്ന് എഴുതുന്ന രീതിയാണ്. റൈറ്റിംഗ് 8 വിത്ത് എ പെൻ. ഇഫ് എ ചൈൽഡ് ഈസ് സ്ട്രഗ്ലിംഗ് വിത്ത് ഹോൾഡിംഗ് ദ പെൻ, ദ പേരൻസ് ക്യാൻ ഹെൽപ്പ് ദം. മൂന്നാമതായി പെൻ ഉപയോഗിച്ച് 8 എഴുതുന്ന രീതി. കുട്ടിക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് അവരെ കൈപിടിച്ച് സഹായിക്കാവുന്നതാണ്. ഫോർത്ത് വൺ, സ്റ്റാൻഡിംഗ് ആൻഡ് സ്ലീപ്പിംഗ് 8. യൂസ് ലെഫ്റ്റ് ഹാൻഡ് ഫോർ സ്റ്റാൻഡിംഗ് 8 ആൻഡ് റൈറ്റ് ഹാൻഡ് ഫോർ സ്ലീപ്പിംഗ് 8. നാലാമതായി 2 കൈ ഉപയോഗിച്ച് 2 രീതിയിൽ 8 എഴുതുന്ന രീതി. നെക്സ്റ്റ്, യൂസേജ് ഓഫ് ബോത്ത് ഹാൻഡ്സ് ഫോർ ഡിഫറെൻറ്റ് പാറ്റേൺസ്. അടുത്തതായി വ്യത്യസ്ത രീതിയിലുള്ള ആകൃതികൾ വരക്കുന്ന രീതി. ഇവയെല്ലാം നല്ലൊരു ബ്രെയിൻ വ്യായാമമാണ്. ആദ്യമൊക്കെ ചെയ്യാൻ പ്രയാസം നേരിടുമെങ്കിലും പോകെ പോകെ അവർക്കത് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. ഫസ്റ്റ്ലി they will not be okay with, but later on they will improve. These all are very effective brain gym activities. Children with learning disabilities and ADHD can improve a lot through these brain gym activities. പഠന വൈകല്യ പ്രശ്നങ്ങളുള്ളവർക്കും ADHD, ശ്രദ്ധയില്ലായ്മ ഇവക്കൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്സാണ് ഇവയെല്ലാം. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഹോപ്പ് ദിസ് വീഡിയോ ഈസ് യൂസ്ഫുൾ ഫോർ എവരി വൺ. താങ്ക് യു.